ഹായ് ഫ്രണ്ട്സ്, ജമ്പ് ഹോസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കിംഗ്, അതേപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ ക്ലാസ്സുകൾ, തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ പഠനത്തിനോടൊപ്പം ഒരു റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ കാണാവുന്നതാണ്. നമ്മൾ ഇതിലൂടെ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന കോഴ്സ് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെറ്റ്വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സർവർ അഡ്മിനിസ്ട്രേഷൻ, അതേപോലെ തന്നെ CCNA തുടങ്ങിയ ക്ലാസ്സുകളും നമ്മുടെ ഈ ചാനലിലൂടെ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നെറ്റ്വർക്കിംഗ് മേഖലയിലോട്ട് നിങ്ങൾ കടക്കുന്നൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് മേഖലയിൽ നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നെറ്റ്വർക്കിംഗ് കോഴ്സ് പഠിക്കുന്നതിൻ്റെ ഒപ്പം ഈ ചാനലിൽ വരുന്ന വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യാൻ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഓൾറെഡി ഞാനും ഒരു നെറ്റ്വർക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. അപ്പോൾ എനിക്ക് നെറ്റ്വർക്കിംഗ് മേഖലയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എനിക്ക് അറിയാവുന്ന അറിവുകൾ ഞാനത് നിങ്ങളിലോട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടാം. അപ്പോൾ എന്നെയും കൊണ്ട് റീപ്ലൈ തരാൻ എനിക്ക് അറിയുമെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് റീപ്ലൈ തരും. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ ആദ്യം വിടുന്ന കുറച്ച് വീഡിയോസ് സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വീഡിയോസാണ്. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാകും. ഒരുപാട് ആൾക്കാർ ഓൺലൈനിൽ പഠിക്കുന്നുണ്ടാകും, ഒരുപാട് ആൾക്കാർ ഓഫ്ലൈനായിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ ഇത് ആദ്യമായിട്ടൊരു വരുന്ന ബിഗിനേഴ്സ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൈബർ സെക്യൂരിറ്റി മേഖലയിലോട്ട് കടക്കാൻ വരുന്ന ഒരാൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും, അവർക്ക് എങ്ങനെയാണ് ഒരു ലാബൊക്കെ അറേഞ്ച് ചെയ്യുന്നതും, എങ്ങനെ അവർക്ക് സ്വന്തമായിട്ട് പഠിക്കാം എന്നുള്ള കാര്യങ്ങൾ മുതലാണ് തുടങ്ങുന്നത്. ഇപ്പോൾ വീഡിയോസ് ഓരോ പാർട്ടുകളായിരിക്കും ഇടുക, പാർട്ട് 1, 2 അങ്ങനെ ആയിരിക്കും ഇടുക. അപ്പോൾ ഇനിയുള്ള വരും ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോകൾ ഇടാൻ ശ്രമിക്കാം. ഇപ്പോൾ ഇതിനു മുമ്പും നമ്മുടെ ഈ ചാനലിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും തുടർച്ചയായിട്ട് വീഡിയോസുകൾ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഒരു തുടർച്ച നഷ്ടപ്പെട്ടത് കൊണ്ട് പിന്നെ ഞാൻ ആ വീഡിയോസൊക്കെ പ്രൈവറ്റ് ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് ഫോളോ അപ്പ് ചെയ്തിട്ട് ഓരോ പുതിയ വീഡിയോസുകൾ ചെയ്യാൻ ശ്രമിക്കാം. ഒരു ദിവസം ഇടവിട്ടിട്ടോ, അല്ലെങ്കിൽ ഡെയിലിയോ, അല്ലെങ്കിൽ 2 ദിവസം ഇടവിട്ടിട്ടൊക്കെ മാക്സിമം നമ്മുടെ ചാനലുകളിൽ വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ നേരെ ക്ലാസ്സുകളിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ സൈബർ സെക്യൂരിറ്റി നമുക്ക് മലയാളത്തിൽ പഠിക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ പരമാവധി മലയാളത്തിലായിരിക്കും. പിന്നെ സൈബർ സെക്യൂരിറ്റി ഒക്കെ പഠിക്കുമ്പോൾ അറിയാലോ, നമുക്ക് ഇംഗ്ലീഷിലുള്ള വാക്കുകളൊക്കെ എങ്ങനെയും നമുക്ക് വരേണ്ടി വരും. കാരണം കമ്പ്യൂട്ടറിലാണ്, അതിൽ നമ്മൾ പല കൊടുക്കുന്ന കമൻറ്റുകളും എല്ലാം ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. ഓരോ കമൻറ്റുകളും എന്തിനാണെന്നും അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഞാൻ പരമാവധി എനിക്ക് മനസ്സിലായ രീതിയിൽ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട്, പരിമിതമായിട്ടൊരു അറിവ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ സൈബർ സെക്യൂരിറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കാം. കാരണം നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് ഉണ്ട്, ഒരു മിനിമം ചെറിയൊരു കോൺഫിഗറേഷനുള്ള അത്യാവശ്യം വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു ലാബൊക്കെ അറേഞ്ച് ചെയ്ത് പഠിക്കാം. കാരണം സൈബർ സെക്യൂരിറ്റി എന്താണെന്ന് അറിയാം, അല്ലെ? ഒരിക്കലും നമുക്കൊരു മറ്റു നെറ്റ്വർക്കുകളൊന്നും നമുക്കങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ഒരു ലാബ് സെറ്റപ്പ് ചെയ്ത് നമ്മുടെ ലാബിലിരിക്കുന്ന നെറ്റ്വർക്കുകളെയും നമ്മുടെ ലാബിലെ ഡിവൈസുകളെല്ലാം നമുക്ക് ഇതേപോലെ സൈബർ സെക്യൂരിറ്റി വെച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരു പബ്ലിക് നെറ്റ്വർക്ക്, മറ്റൊരു നെറ്റ്വർക്കിനെ നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടൊരിക്കലും ടെസ്റ്റിന് വിധേയമാക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ലാബ് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഒരു ലാബ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ള ഇതുണ്ടാവും നമ്മുടെ ഈ വീഡിയോയിൽ. അപ്പോൾ ലാബ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ VMware എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. എന്താണ് VMware എന്നും എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതും, അപ്പോൾ എങ്ങനെയാണ് VMware ഡൗൺലോഡ് ചെയ്യുന്നതും, അതേപോലെ തന്നെ VMware ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ BIOS എന്ന് പറയുന്നൊരു മോഡിലോട്ട് കയറിയിട്ട് നമ്മളതിൽ വെർച്വലൈസേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തിടണം. അപ്പോൾ എങ്ങനെയാണ് വെർച്വലൈസേഷൻ എനേബിൾ ചെയ്തിടുന്നത് എന്നുള്ള ഇതുണ്ടാകും. ബയോസിൽ കയറിയിട്ട് എങ്ങനെയാണ് വെർച്വലൈസേഷൻ ചെയ്യുന്നത് എന്നുള്ളതുണ്ടാവും. അതുപോലെ വെർച്വലൈസേഷൻ എനേബിൾ ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ VMware ഉണ്ടല്ലോ,
നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള VMware എങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളതുണ്ടാവും നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട്. അതേപോലെ നമുക്ക് പഠിക്കാൻ നമ്മുടെ VMware എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്ക് ഈ സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ നമുക്കൊരു അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സോഫ്റ്റ്വെയറാണ്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കാലി ലിനക്സ്. അപ്പോൾ കാലി ലിനക്സ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്? കാലി ലിനക്സ് ഡൗൺലോഡ് ചെയ്ത് വരുന്ന ഫയലിനെയാണ് നമ്മൾ ഇമേജ് ഫയൽ എന്ന് വിളിക്കുക. അപ്പോൾ കാലി ലിനക്സ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക? അങ്ങനെ കാലി ലിനക്സ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള VMware ഇല്ലേ, ആ VMwareലോട്ട് ഈ കാലി ലിനക്സ് എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളതും, പിന്നെ എന്താണ് കാലി ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് എന്നുള്ളതും. അതേപോലെ തന്നെ നമ്മുടെ സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ ഈ കാലി ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്. ഇപ്പോൾ നമ്മളിരിക്കുന്നത് നമ്മുടെ സിസ്റ്റം വിൻഡോസ് 10 ആയിരിക്കാം, അല്ലെങ്കിൽ വിൻഡോസ് 11 ആയിരിക്കാം, വിൻഡോസ് 7 ഉണ്ടാവും, 8 ഉണ്ടാവും അല്ലേ. അതേപോലത്തെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മുടെ കാലി ലിനക്സ്. അപ്പോൾ കാലി ലിനക്സിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇനി വരാൻ പോകുന്ന വീഡിയോകളിലൊക്കെ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സൈബർ സെക്യൂരിറ്റിയിൽ നമുക്ക് കുറച്ച് ടേംസുകൾ പഠിക്കാം. സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ വരുമ്പോൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും താല്പര്യമുള്ള പോലെ എന്താണ് ഹാക്കിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പഠിക്കാനുള്ള താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്കിംഗ് ആണ് അല്ലേ. ഇപ്പോൾ ഈ ഹാക്കിംഗ് എന്നൊക്കെ പറയുന്നത് സൈബർ സെക്യൂരിറ്റിയുടെ ഒരു ഭാഗമാണ് അല്ലേ. ഇപ്പോൾ ഹാക്കേഴ്സും ഒക്കെ നമ്മുടെ നെറ്റ്വർക്കിലോട്ട് കയറുമ്പോൾ നമ്മുടെ പോലുള്ള സൈബർ സെക്യൂരിറ്റികളൊക്കെ പഠിച്ച ആൾക്കാരായിരിക്കും ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്കിൽ നിയമിച്ചിട്ടുണ്ടാവും അല്ലേ കമ്പനി. അപ്പോൾ എന്താണ് ഹാക്കിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ചോദ്യമാണ്, എന്താണ് ഹാക്കിംഗ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഗെയിനിങ് അൺഓതറൈസ്ഡ് ആക്സസ്. ഗെയിനിങ് അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആക്സസ് ഇല്ലാത്ത ഒരു കുറച്ച് ഇൻഫർമേഷൻസ് എടുക്കുന്നതിനെയാണ് നമ്മൾ അൺഓതറൈസ്ഡ്, ഗെയിനിങ് അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് വിളിക്കുക. അൺഓതറൈസ്ഡ്, നമുക്ക് പെർമിഷൻ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ. അത് ഒരു കമ്പനിയിലെ നെറ്റ്വർക്കിൽ ഇരിക്കുന്ന സർവറുകൾ ഉണ്ടായിരിക്കും, സിസ്റ്റങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സിസ്റ്റങ്ങളൊക്കെ എനിക്ക് പെർമിഷൻ ഇല്ല, ഞാൻ പുറത്തു നിന്ന ഒരാളാണ്, ഒരു IT കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും. ആ നെറ്റ്വർക്കിൽ ഞാൻ ആ കമ്പനിയിലൊരു ജോലിക്കാരനൊന്നുമല്ല, ഞാൻ ആ കമ്പനിയിൽ അവരോട് പെർമിഷൻ ഇല്ലാതെ അവിടെ ഇരിക്കുന്ന സിസ്റ്റങ്ങളിൽ നിന്ന് ആ കമ്പനിയുടെ ഇൻഫർമേഷൻസ് എല്ലാം ഞാൻ ആക്സസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് അൺഓതറൈസ്ഡ് ആക്സസ് ആണ്. അപ്പോൾ അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്യുന്നതിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയുന്നത്? ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഹാക്കേഴ്സ് മെയിനായിട്ട് 3 തരമുണ്ട്. അതിലൊന്നാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. നമ്മളൊന്നും ഒരിക്കലും ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആവാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെയോ അവരുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ അവരുടെ നെറ്റ്വർക്കിലോട്ട് കടന്ന് കയറാൻ ശ്രമിക്കുന്ന അത്തരം ആൾക്കാരെയാണ് നമ്മൾ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് വിളിക്കുക. ഇത് അൺഓതറൈസ്ഡ് ആണ്, അവരുടെ പെർമിഷൻ ഇല്ലാതെയാണ്. ലീഗലി അത് തെറ്റായ ഒരു കാര്യമാണ്. ഒരു നെറ്റ്വർക്കിനെയോ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തെയോ അവരുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ ആക്സസ് ചെയ്യുന്നതിനെ നമുക്ക് അങ്ങനെയുള്ള ഹാക്കേഴ്സിനെയാണ് നമ്മൾ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുക. തൊട്ടിപ്പുറത്ത് വൈറ്റ് ഹാക്കേഴ്സ് ഉണ്ട്. വൈറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ അതിൽ എന്തായിരിക്കും? നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമ്മളൊരു കമ്പനിയിൽ, ഞാനൊരു സൈബർ സെക്യൂരിറ്റി ആയിട്ട് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ഞാൻ നിരന്തരം എൻ്റെ നെറ്റ്വർക്കിനെ അല്ലെങ്കിൽ എൻ്റെ കമ്പനിയിലിരിക്കുന്ന സിസ്റ്റങ്ങളെയും ഞാൻ നിരന്തരം ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ നിരന്തരം ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആ നെറ്റ്വർക്കിൽ എവിടെയെങ്കിലും ഒരു ത്രെട്ടുകൾ അല്ലെങ്കിൽ വൾണറബിലിറ്റി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. വൾണറബിലിറ്റി കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ തന്നെ ആ വൾണറബിലിറ്റീനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി കൊടുത്ത് എൻ്റെ നെറ്റ്വർക്കിനെ ഞാൻ വീണ്ടും സെക്യൂർ ചെയ്യും. അങ്ങനെയുള്ള ജോലിക്കാരെയാണ് നമ്മൾ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഈ 2 പേര് കൂടാതെ, ബ്ലാക്ക് ഹാറ്റ് കൂടാതെ, വൈറ്റ് ഹാറ്റ് കൂടാതെ, മൂന്നാമത്തത് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സാണ്. ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് നമ്മുടെ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിനെ പോലെ അത്ര ഉപദ്രവകാരികളൊന്നുമല്ല. ഇവരെ പക്ഷേ ആ കമ്പനിയായിട്ട് അവർക്ക് ബന്ധമൊന്നും ഉണ്ടാവില്ല. ഇവർ ആ കമ്പനിയെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആ കമ്പനിയിൽ നെറ്റ്വർക്കിനോ സിസ്റ്റങ്ങൾക്കോ വൾണറബിലിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവർ ആ കമ്പനിയിൽ പോയി നേരെ റിപ്പോർട്ട് ചെയ്യും, ഇങ്ങനൊരു വൾണറബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കമ്പനിയിലിരിക്കുന്ന സൈബർ സെക്യൂരിറ്റി ടീംസുകൾ അത് എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. ഇവരൊരിക്കലും പെർമിഷൻ ഇല്ലാതെ കമ്പനിയുടെ ഡാറ്റകളോ കാര്യങ്ങളോ എന്ത് ചെയ്യില്ല, ഇവർ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല. ഇങ്ങനെ 3 വിധത്തിലാണ് ഹാക്കേഴ്സിനെ മെയിനായിട്ടും കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ബ്ലാക്ക് ഹാറ്റ്,
രണ്ടാമത്തത് വൈറ്റ് ഹാറ്റ്, മൂന്നാമത്തത് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. അങ്ങനെ ഹാക്കേഴ്സ് 3 വിധത്തിലാണ് ഹാക്കേഴ്സ് ഉള്ളത്. എന്തിനാണ് ഹാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അതൊരു അടുത്തൊരു ചോദ്യമാണ്. വൈ ഹാക്കിംഗ്? എന്തിനാണ് ഹാക്ക് ചെയ്യുന്നത്? ഹാക്ക് ചെയ്യുന്നത് ഹാക്ക് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളതല്ല, എന്തിനാണ് ഹാക്കിംഗ് പഠിക്കുന്നത് എന്നുള്ളതാണ്. സോറി, ഞാൻ ചോദ്യം മാറിപ്പോയതാണ്. എന്തിനാണ് ഹാക്കിംഗ് പഠിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ സൈബർ സെക്യൂരിറ്റിയുടെ അഡ്വർടൈസ്മെൻറ്റുകളും സൈബർ സെക്യൂരിറ്റി പഠിപ്പിക്കുന്ന സെൻറ്ററുകളുടെയൊക്കെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റുകൾ ഇങ്ങനെയൊക്കെ പോകുന്നതാണ് അല്ലേ. ഇതിന് ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. കാരണം നമുക്കറിയാം, നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ സിസ്റ്റങ്ങളും നെറ്റ്വർക്കുകളുടെ ഉപയോഗം ഭയങ്കരമാണ് അല്ലേ. ഇപ്പോൾ സെർവറുകൾ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് എല്ലാത്തിനും അറിയാം. ഫേസ്ബുക്ക് സെർവറുണ്ട്, വാട്സപ്പിന് സെർവറുണ്ട്, ഇൻസ്റ്റാഗ്രാമിന് സെർവറുണ്ട്, എല്ലാവർക്കും സെർവറുണ്ട് അല്ലേ. ഇപ്പോൾ ഈ സെർവറൊക്കെ സെക്യൂർ ആക്കി വെക്കുക എന്നുള്ളത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം അവരുടെ കസ്റ്റമറുടെ ഡാറ്റകളൊന്നും പുറത്തു പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അവരുടെ നെറ്റ്വർക്കിനെ എപ്പോഴും സെക്യൂർ ആക്കി വെക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് ജോലി സാധ്യതകളുള്ളൊരു കോഴ്സാണ് ഈ പറയുന്ന സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. എന്തിനാണ്? നമ്മുടെ കമ്പനികളിൽ ഒക്കെ സിസ്റ്റങ്ങളെ ഹാക്കേഴ്സിൽ നിന്ന് സെക്യൂർ ആക്കി വെക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. അതുകൊണ്ട് എത്തിക്കൽ ഹാക്കേഴ്സിന് ഒരുപാട് ഭയങ്കര ഡിമാൻഡുള്ളൊരു ഇൻഡസ്ട്രിയാണ് ഈ എത്തിക്കൽ ഹാക്കേഴ്സിൻ്റെ. ആ ഒരു ഇൻഡസ്ട്രിയിലാണ് IT ഫീൽഡിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു എത്തിക്കൽ ഹാക്കേഴ്സിന് അല്ലേ. ഇപ്പോഴത്തെ കറണ്ട് ഇൻഡസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഒരു എത്തിക്കൽ ഹാക്കേഴ്സിന്. നമ്മൾ നിരന്തരം കേൾക്കാറുള്ളതാണ് അല്ലേ, ഹാക്ക് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഊബറിനെ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്തിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, നമ്മുടെ GTA 6 സെർവറിനെ ഹാക്ക് ചെയ്തിട്ട് ഒരു പയ്യൻ അതിലെ കുറച്ച് ഇമേജസോ വീഡിയോസോ എന്തൊക്കെയോ ലീക്കാക്കി എന്നുള്ള ഒരു വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത് അല്ലേ. അപ്പോൾ അടുത്തായിട്ട് നമുക്കൊരു ലാബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലാബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതാണ്. നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ, സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലാബ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരിക്കലും നമുക്ക് വേറെ നെറ്റ്വർക്കുകളൊന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കമ്പനിയൊക്കെ എടുത്തിട്ട് പഠിക്കാൻ പാടുമോ? ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു ലാബ് സെറ്റപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ലാബിൻ്റെ അകത്ത് ഇത് പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിഷൻ വേണം അല്ലേ. ഒരു ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഹാക്കിംഗ് മിഷൻ എന്ന് പറയുന്നൊരു മിഷൻ വേണം. പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കാൻ മറ്റ് മിഷനുകളല്ലേ, ആ മറ്റ് മിഷനുകളിലുള്ള വൾണറബിലിറ്റീസിനെ ടെസ്റ്റ് ചെയ്തിട്ടാണല്ലോ നമ്മളിത് പഠിക്കുന്നത്, അതിലെന്തൊക്കെ പോരായ്മകളുണ്ടെന്നൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? മറ്റ് ഒരുപാട് സിസ്റ്റങ്ങൾ വേണം അല്ലേ. അതേപോലെ നമുക്ക് ഒരു വെബ്സൈറ്റിനെ എങ്ങനെയാണ് ഹാക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമുക്ക് ഇൻ്റർനെറ്റിലുള്ള ഒരു വെബ്സൈറ്റിനെ എടുത്തിട്ട് ഹാക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. നമുക്കൊരു വെബ്സൈറ്റ് നമുക്ക് തന്നെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ട് ആ വെബ്സൈറ്റിനെ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമുക്ക് സ്വന്തമായിട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ട് നമ്മുടെ സ്വന്തം നെറ്റ്വർക്കിനെ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ലാബ് വേണം അല്ലേ. അപ്പോൾ ആ ലാബ്, ഈ ലാബിൽ അപ്പോൾ നമുക്കിപ്പോൾ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആകെ എൻ്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു PC ഉണ്ടാവുള്ളൂ. ഞാനിതിലിരുന്നിട്ട് എങ്ങനെയാണ് ഇത് പഠിക്കുക? എനിക്ക് 2-3 PCകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാമായിരുന്നു. അപ്പോൾ ഇതിന് വലിയൊരു ലാബ് തന്നെ സെറ്റപ്പ് ചെയ്യണോ? ഒരു PCയും ഒരു 5-6 കമ്പ്യൂട്ടറും ഒരു നെറ്റ്വർക്കൊക്കെ വെച്ചിട്ട് വലിയൊരു ലാബ് തന്നെ സെറ്റ് ചെയ്യണമെന്ന് നമുക്കൊരു ഡൗട്ട് വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു ലാപ്ടോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു PC ഉണ്ട്, അത്യാവശ്യം ചെറിയൊരു കോൺഫിഗറേഷനുള്ള ഒരു PC ആണെന്ന് വിചാരിക്കുക. അങ്ങനെ PC ഉണ്ടെങ്കിൽ നമുക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു കൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, VMware എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ടെന്നല്ലേ. നമുക്ക് നമ്മുടെ PC-ക്ക് അകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പ്യൂട്ടറുകളെ സെപ്പറേറ്റ് മെഷീനുകൾ ഉണ്ടാക്കാൻ പറ്റും. എന്നുവെച്ചാൽ എൻ്റെ കയ്യിലൊരു ഫിസിക്കലായിട്ടൊരു PC ഉണ്ട്, ആ PCയുടെ അകത്ത് തന്നെ ഒരു 2-3 PCകളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഫിസിക്കൽ PC അവിടെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന പീസുകൾ എനിക്ക് വെർച്വൽ PC എന്ന് വിളിക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് തന്നെ ഒരു 3 സെപ്പറേറ്റ് കമ്പ്യൂട്ടറുകളെ ക്രിയേറ്റ് ചെയ്തു. അതാണ് ഈ കാണുന്നത്, ഹോസ്റ്റ് മിഷൻ എന്ന് എഴുതിയിട്ട് 3 എണ്ണം. ഇപ്പോൾ ഒരു മിഷൻ ഉണ്ടാക്കി, 2 മിഷൻ ഉണ്ടാക്കി, 3 മിഷൻ ഉണ്ടാക്കി. ഇതാണ് ശരിക്കും ആ VMware എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ വിർച്വലൈസേഷൻ എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ കയ്യിൽ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, ഒരു വീടുണ്ട്, വലിയൊരു വീടാണ്. ആ വീടിൻ്റെ മുകളിലൊരു വാട്ടർ ടാങ്കും ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ വീടിൻ്റെ ഓരോ മുറികൾ ഞാൻ സെപ്പറേറ്റ് ആൾക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തു. ഒരു 3 പേർക്ക് ഞാൻ വാടകയ്ക്ക് കൊടുത്തു.
അപ്പോൾ ഈ 3 പേരും ഒരു ബിൽഡിങ്ങിൽ, ഒരു വീട്ടിലാണ് ആ 3 പേരും താമസിക്കുന്നത്. പക്ഷെ 3 വ്യത്യസ്ത ആൾക്കാരല്ലേ, വ്യത്യസ്ത ഫാമിലിയാണ്, ഇവർ തമ്മിലൊരു ബന്ധവുമില്ല, ഒരു വീട്ടിൽ താമസിക്കുന്നതല്ലാതെ വേറൊരു ബന്ധവുമില്ല. ഇതേപോലെ തന്നെയാണ് നമ്മുടെ പി സിക്കുള്ളിൽ ഒരു 3 വ്യത്യസ്ത പി സി ഉണ്ടാക്കുക. അപ്പോൾ ഈ 3 വ്യത്യസ്ത പി സി ഉണ്ടാക്കുമ്പോൾ ഈ 3 പീസുകളും തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല. ഈ 3 പീസുകൾക്കും കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മിഷനില്ലേ, എൻ്റെ ആ ഒരു ഹോസ്റ്റ് മിഷൻ, എൻ്റെ ഫിസിക്കലായിട്ടുള്ള മിഷൻ, ആ ഫിസിക്കലായിട്ടുള്ള മിഷനിൽ നിന്നാണ് ഇവർ പ്രൊസസ്സറും റാമും ഹാർഡ് ഡിസ്ക് എല്ലാം എടുക്കുന്നത്, എൻ്റെ ഫിസിക്കലായിട്ടുള്ള മിഷനിൽ നിന്നാണ്. അപ്പോൾ പക്ഷേ ഇവരകത്ത് എന്താണ്, സെപ്പറേറ്റ് മിഷനായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതിനെയാണ് നമ്മൾ വിർച്വൽ മിഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ഉദാഹരണമായിട്ട് വീടിൻ്റെ അകത്തൊരു 3 പേർക്ക് ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് കുറച്ച് റൂമുകൾ. ഇവർക്ക് മുകളിൽ ഒറ്റ വാട്ടർ ടാങ്ക് ഉള്ളൂ. ഇവർ ഈ 3 വീട്ടുകാരും ഒറ്റ വാട്ടർ ടാങ്ക് എന്നാണ് എന്ത് ചെയ്യുന്നത്, വെള്ളം എടുക്കുന്നത്. ഈ വീട്ടിൽ ഒറ്റ കറണ്ട് കണക്ഷനുള്ളൂ. ഈ 3 വീട്ടുകാരും ഒറ്റ കറണ്ട് കണക്ഷൻ എന്നാണ് വെള്ളം എടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇത് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് 3 മിഷൻ ഉണ്ടെങ്കിലും ഈ 3 മിഷൻ ആവശ്യമായിട്ടുള്ള റാം, പ്രൊസസ്സർ, ഹാർഡ് ഡിസ്ക് എല്ലാം എൻ്റെ ഫിസിക്കലായിട്ടുള്ള ഹോസ്റ്റ് മിഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഹോസ്റ്റ് മിഷന് ഒരു അത്യാവശ്യം എന്ത് വേണം, ഒരു കോൺഫിഗറേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു അത്യാവശ്യ കോൺഫിഗറേഷൻ എൻ്റെ എന്താ പറയുക ഹോസ്റ്റ് മിഷന് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിർച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി പഠിക്കുന്നത്. എന്താണ് വിർച്വലൈസേഷൻ എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇൻസ്റ്റാൾ നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ യുവർ കറണ്ട് OS. നമ്മുടെ കയ്യിലിരിക്കുന്ന ഇപ്പോഴിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് മറ്റ് കമ്പ്യൂട്ടറുകളെ നിർമ്മിക്കുക. ഈച്ച് മിഷൻ ഹാസ് ഇറ്റ്സ് ഓൺ റിസോഴ്സസ് ആൻഡ് ഫങ്ഷൻസ് ലൈക്ക് എ റിയൽ മിഷൻ. നമ്മൾ എൻ്റെ ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫിസിക്കലായിട്ടുള്ള മിഷൻ്റെ അകത്ത് നിർമ്മിക്കുന്ന എല്ലാ വിർച്വൽ മിഷനുകൾക്കും അതിൻ്റെ സ്വന്തമായിട്ട് ഫങ്ഷനും എല്ലാം ഒരു സെപ്പറേറ്റ് മിഷനായിട്ട്, ഒരു റിയൽ മിഷനായിട്ടാണ്, സെപ്പറേറ്റ് മിഷനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തിനാണ്, നമുക്ക് ലാബൊക്കെ സെറ്റ് നമുക്ക് ഈസി ആയിട്ട് ടെസ്റ്റ് ചെയ്യാം. കാരണം ഈ നമ്മളുണ്ടാക്കിയ മിഷൻ ഒരു കേട് സംഭവിച്ചാൽ ഒരിക്കലും നമ്മുടെ കമ്പ്യൂട്ടറിനെ അത് ബാധിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിനകത്തൊരു 3 സെപ്പറേറ്റ് കമ്പ്യൂട്ടർ ഉണ്ടാക്കി, അതിൻ്റെ അകത്തൊരു കമ്പ്യൂട്ടർ കേടായി കഴിഞ്ഞാലും ഒരിക്കലും എൻ്റെ ഫിസിക്കൽ മെഷീനെയോ മറ്റ് കമ്പ്യൂട്ടറുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഒരിക്കലും ബാധിക്കില്ല. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അതുപോലെ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ വെർച്വൽ മെഷീൻ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതാണ് അതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അടുത്തൊരു കൺസെപ്റ്റാണ് കാലി ലിനക്സ് എന്ന് പറയുന്നത്. കാലി ലിനക്സ് എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സൈബർ സെക്യൂരിറ്റി ഒക്കെ പഠിക്കുന്നവർക്കറിയാം. നമ്മൾ ഒരു മിഷൻ ഉണ്ടാവുമല്ലോ, കാരണം നമുക്ക് ഇങ്ങനെയുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ. അതിന് നമുക്കൊരു കമ്പ്യൂട്ടർ വേണ്ടേ. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ വിൻഡോസ് 10 11 ഏതെങ്കിലും OS ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഈ ടെസ്റ്റിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ലിനക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സോഫ്റ്റ്വെയറാണ്. ലിനക്സിൻ്റെ ഡീബിയൻ ബേസ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് കാലി ലിനക്സ് എന്നാണ്. ഇത് ഹാക്കേഴ്സൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും സൈബർ സെക്യൂരിറ്റി ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇതിൽ നമുക്ക് ഒരുപാട് നമ്മൾ ഈ കോഴ്സുകളിൽ പഠിക്കാൻ പോകുന്ന ഒരുപാട് ടൂളുകൾ ഓൾറെഡി ഇതിൽ ഉണ്ടാവും കാലി ലിനക്സിൽ ഉണ്ടാവും. അപ്പോൾ കാലി ലിനക്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇതിനകത്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഒരിക്കലും നമ്മുടെ ഫിസിക്കൽ മെഷീനിലല്ല. ഫിസിക്കൽ മെഷീനിൽ നമ്മൾ ആദ്യം VMware ഇൻസ്റ്റാൾ ചെയ്യും. ആ VMwareൻ്റെ അകത്താണ് നമ്മൾ ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ അകത്തൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ആ സിസ്റ്റത്തിൻ്റെ അകത്താണ് ഈ പറയുന്ന കാലി ലിനക്സ് എന്ത് ചെയ്യേണ്ടത്, ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സിസ്റ്റമാണ് നമ്മൾ ഹാക്കിംഗ് മിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ബാക്കിയുള്ള ടെസ്റ്റിങ്ങും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാലി ലിനക്സ് എന്ന് പറയുന്ന മിഷനിലായിരിക്കും. ഈ കാലി ലിനക്സ് എന്ന് പറയുന്ന മിഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ ഈ വരും ക്ലാസ്സുകളിൽ ഒന്നില്ലെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്താം. ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആയി പോകും. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ കാലി ലിനക്സ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഉണ്ടാവും. അപ്പോൾ കാലി ലിനക്സിൽ നമുക്ക് എത്ര ടൈപ്പ് ഇൻസ്റ്റാളേഷൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കാലി ലിനക്സ് നമുക്ക് വെർച്വൽ മെഷീനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ VMwareൻ്റെ അകത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന വിൻഡോസ് 10 11 ആ സിസ്റ്റം ഇല്ലേ, അതിൽ ആ നിലവിലുള്ള 10 ഒക്കെ കളഞ്ഞിട്ട് എനിക്ക് അതിനകത്ത് കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അതിനകത്ത് കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനൊന്നും ഫിസിക്കൽ മെഷീൻ വേറെ ഇല്ലാതാവും അല്ലേ. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് നമ്മുടെ OS നമ്മുടെ ഒറിജിനൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വിൻഡോസ് കളയാതെ തന്നെ നമുക്ക് അതിനകത്ത് VMware ഇൻസ്റ്റാൾ ചെയ്തിട്ട് VMwareൻ്റെ അകത്ത് നമുക്ക് കാലി ലിനക്സും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മറ്റു കമ്പ്യൂട്ടേഴ്സുകളെ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഇതെല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്
നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് വിർച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ VMware എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ അകത്താണ് നമ്മൾ വിർച്വൽ മെഷീൻ ഉണ്ടാക്കുക. ഈ VMware എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ വിർച്വലൈസേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യണം. അപ്പോൾ വിർച്വലൈസേഷൻ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ നമ്മൾ ആദ്യം റീബൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യുക. ആദ്യം നമ്മൾ റീബൂട്ട് ചെയ്തതിന് ശേഷം ബയോസ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പറഞ്ഞു. അപ്പോൾ പലർക്കും ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് അറിയായിരിക്കും എന്താണ് ബയോസ് എന്നുള്ളതൊക്കെ. അപ്പോൾ അറിയാത്തവരുണ്ടാവും എങ്ങനെയാണ് ബയോസിനകത്ത് കയറുക എന്നുള്ളതൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ബയോസിനകത്ത് കയറിയിട്ട് അതിൽ വെർച്വലൈസേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ആദ്യം എനേബിൾ ചെയ്യണം. അപ്പോൾ ഇത് എനേബിൾ ചെയ്താലുള്ളൂ നമുക്ക് VMware ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്ത് Kali Linux ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ വെർച്വലൈസേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ചില ബയോസുകളിൽ VTX എന്ന് എഴുതിയിട്ടുണ്ടാവും, AMD V എന്നുണ്ടാവും, SVM എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാണ്ടർപൂൾ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇൻ്റലിലൊക്കെ ഓൾറെഡി ഇൻ്റലിൻ്റെ ബോർഡുകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇൻ്റലിൻ്റെ സിസ്റ്റങ്ങളൊക്കെ ആണെങ്കിൽ ഓൾറെഡി വെർച്വലൈസേഷൻ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, എനേബിൾ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഈ ഓപ്ഷൻ നോക്കിയിട്ട് വെർച്വലൈസേഷൻ എന്ന് പറയുന്ന ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഈ വെർച്വലൈസേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന VT, അല്ലെങ്കിൽ AMD, SVM, വാണ്ടർപൂൾ അങ്ങനെ എന്തെങ്കിലും പേരിലായിരിക്കും ഉണ്ടാവുക. ഇത് എനേബിൾ ചെയ്യണം. അപ്പോൾ ബയോസിൽ കയറണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങളുടെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ Windows 10 കമ്പ്യൂട്ടറില്ലേ, അത് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബയോസ് കീ എന്ന് പറയുന്നൊരു കീ ഉണ്ടാവും. അത് ഓരോ ലാപ്ടോപ്പുകൾക്കും ഓരോ ഡെസ്ക് ടോപ്പുകൾക്കും കമ്പനിക്കനുസരിച്ച് ആ ഒരു കീ വ്യത്യാസപ്പെട്ടിരിക്കും. ബയോസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മാനുഫാക്ചേഴ്സ്, അതിപ്പോൾ HP ആകാം, MSI ആകാം, ചിലവർക്ക് ലെനോവോ ആയിരിക്കും, ചിലവരുടെ ഡെല്ലായിരിക്കും, അങ്ങനെ പല കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നവരുണ്ടാവും, ലാപ്ടോപ്പൊക്കെ ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ അതാണെങ്കിൽ നിങ്ങൾക്ക് ബയോസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ മാനുഫാക്ചേഴ്സുകൾ ഒരു ബട്ടൺ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ബയോസിൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ അതൊരു IC ചിപ്പാണ്. നമ്മുടെ സിസ്റ്റങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസും എല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു IC ചിപ്പിനെയാണ് നമുക്ക് സിമ്പിളായിട്ട് ബയോസ് എന്ന് പറയാം. ബയോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് അത്രയൊന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല ഇത് പഠിക്കാൻ. അപ്പോൾ ബയോസിൽ കയറാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ബയോസ് കീ ഏതാണെന്നാണ്, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പിൻ്റെ ബയോസ് കീ ഏതാണ്, എൻ്റെ കയ്യിലിരിക്കുന്ന ഡെസ്ക്ടോപ്പിൻ്റെ ബയോസ് കീ ഏതാണ് എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരും. ബയോസ് കീകളാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ മോഡൽ എയ്സർ ആണെങ്കിൽ എയ്സറിൻ്റെ ബയോസ് കീ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലാപ്ടോപ്പുകൾക്ക് മാറും, മോഡലിനനുസരിച്ച് മാറുന്നുണ്ട്. എയ്സർ അതേപോലെ തന്നെ അസ്യൂസിൻ്റെ ഇട്ടിട്ടുണ്ട്, കോംബാക്കിൻ്റെ പ്രിസാരിയോ എന്ന് പറയുന്നൊരു മോഡലുണ്ട്, അതിൻ്റെ ബയോസ് കീ ഇട്ടിട്ടുണ്ട്. ഡെല്ലിൻ്റെ പല മോഡലുകളുടെ ബയോസ് കീ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ മോഡൽ ഏതാണെന്ന് നോക്കിയിട്ട് ഡെല്ലിൻ്റെ ഡെസ്ക്ടോപ്പും ഉണ്ട്, ലാപ്ടോപ്പും ഉണ്ട്. നിങ്ങളുടെ മോഡൽ ഏതാണെന്ന് നോക്കിയിട്ട് ആ ബയോസ് കീ നിങ്ങൾ അറിഞ്ഞു വെക്കണം. ഇതും ബയോസ് കീ ആണ്. ഇതിൽ ഡെല്ലിൻ്റെ ഉണ്ട്, ഇമിഷൻസ് ഉണ്ട്, HP-യുടെ. ഇപ്പോൾ ഇത്രയും HP എന്തിനിട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ HP-യുടെ പല മോഡലുകൾക്കും പല ബയോസ് കീകളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബയോസ് കീകൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ HP ഉണ്ട്, HP തീർന്നിട്ടില്ല, HP 2 HP ഉണ്ട്, പിന്നെ ലെനോവോ ഉണ്ട്, തോഷിബ ഉണ്ട്, സാംസങ് ഉണ്ട്, സോണി ഉണ്ട്. ഇത്രയും മോഡലുകളുടെ ബയോസ് കീകളുണ്ട്. അപ്പോൾ ഇത്രയും മോഡലുകളുടെ ബയോസ് കീ അറിഞ്ഞു വെക്കുക. എന്നിട്ട് നിങ്ങളുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ബയോസ് കീ, നിങ്ങൾക്കിപ്പോൾ F8 ആണെങ്കിൽ F8, F10 ആണെങ്കിൽ F10, F2 ആണെങ്കിൽ F2, ആ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ടായി വരുമ്പോൾ, അല്ലെങ്കിൽ പവർ ഓഫ് ചെയ്തിട്ട് ഓണായി വരുമ്പോൾ ബയോസ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ടായിരിക്കും കയറുന്നത്. ഞാനിത് പറഞ്ഞത് ബയോസ് എന്താണ്, അല്ലെങ്കിൽ ബയോസിൽ കയറാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അറിയുന്നവർ നേരെ ബയോസിൽ കയറിയിട്ട് അതിൽ വെർച്വലൈസേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിനി നോക്കാൻ പോണത് എങ്ങനെയാണ് വെർച്വലൈസേഷൻ എനേബിൾ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൽ, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു PC-യിൽ ഞാൻ എങ്ങനെയാണ് ബയോസ് എനേബിൾ ചെയ്യുന്നത്, ബയോസിനകത്ത് കയറി വെർച്വലൈസേഷൻ എനേബിൾ ചെയ്യുന്നത് എന്നുള്ളത് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം റീബൂട്ട് ചെയ്യുക, എന്നിട്ട് ബയോസിനകത്ത് കയറുക, അതിനുശേഷം അതിൽ വെർച്വലൈസേഷൻ എന്ത് ചെയ്യുക, എനേബിൾ ആക്കി ഇടുക. ബാക്കി നമുക്ക് അത് എങ്ങനെയാണ് എനേബിൾ ആക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഡെസ്ക്ടോപ്പ് ഉണ്ട്, ആ ഡെസ്ക്ടോപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയാണ് വെർച്വലൈസേഷൻ എന്ന് പറയുന്നത് ബയോസിനകത്ത് കയറിയിട്ട് നമ്മൾ എനേബിൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം. എൻ്റെ കയ്യിൽ ഒരു HP-യുടെ ലാപ്ടോപ്പ് ഉണ്ട്. അപ്പോൾ ഈ ലാപ്ടോപ്പിൽ എങ്ങനെയാണ് നമ്മൾ വെർച്വലൈസേഷൻ എനേബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലാപ്ടോപ്പ് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ HP-യുടെ എൻ്റെ കയ്യിലിരിക്കുന്ന മോഡലിൽ ലാപ്ടോപ്പിൽ ബയോസിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എസ്കേപ്പ് ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ലാപ്ടോപ്പിൻ്റെ കീബോർഡിൽ F8 ബട്ടൺ പ്രസ് ചെയ്ത് ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോൾ.
അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് റീസ്റ്റാർട്ടായി വരുമ്പോൾ നേരെ നമ്മുടെ ബൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഇൻറ്ററപ്റ്റ് ആവുകയും അതേപോലെ നേരെ ഇവിടെ നമുക്ക് എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബൂട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ കോർണറിൽ എഴുതി കാണിക്കുന്ന നോക്കാം. F10 പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ബയോസിൽ കയറാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കീബോർഡിൽ F10 എന്ന് പറയുന്ന കീ നമുക്ക് എന്ത് ചെയ്യണം, ഇനി പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ കീബോർഡിൽ F10 പ്രസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കീബോർഡിൽ F10 എന്ന് പറയുന്ന കീ പ്രസ് ചെയ്തു. F10 എന്ന് പറയുന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇങ്ങനത്തെ ഒരു ബയോസിൻ്റെ ഓപ്ഷനിലോട്ട് പോകും. അപ്പോൾ എൻ്റെ ഈ ബയോസിൽ മൗസ് വർക്കാവാത്ത ടൈപ്പുള്ള ബയോസാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എവിടെയാണ് വെർച്വലൈസേഷൻ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അപ്പോൾ സിസ്റ്റം കോൺഫിഗറേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് താഴത്തോട്ട് ആരോ മാർക്ക് വെച്ച് ഇവിടെ നിങ്ങൾക്ക് വെർച്വലൈസേഷൻ ടെക്നോളജി ഉണ്ട്. അപ്പോൾ വെർച്വലൈസേഷൻ ടെക്നോളജി നേരെ എന്ത് ചെയ്യുക, വെർച്വലൈസേഷൻ ടെക്നോളജിയിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇത് വെച്ചിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ അവിടെ എനേബിൾ ഡിസേബിൾ വരും. അപ്പോൾ ഞാൻ ഇവിടെ ഡിസേബിൾ ആണെന്നുണ്ടെങ്കിൽ അത് എനേബിൾ ആക്കിയിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മൾ ബയോസിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തി ഇത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും F10 പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ F10 പ്രസ് ചെയ്യുക. അപ്പോൾ സേവ് ചെയ്യണമെന്ന് ചോദിക്കും, എൻ്റർ കൊടുക്കുക. അപ്പോൾ സിസ്റ്റം റീസ്റ്റാർട്ടായി വരും. റീസ്റ്റാർട്ടായി വന്നു കഴിഞ്ഞാൽ ഇതിൽ ബയോസിനകത്ത് വെർച്വലൈസേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ വെർച്വലൈസേഷൻ എനേബിൾ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞാനിത് റീസ്റ്റാർട്ടായി വന്ന് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. നമ്മൾ വെർച്വലൈസേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെർച്വലൈസേഷൻ ടെക്നോളജി നമ്മുടെ സിസ്റ്റത്തിൽ എനേബിൾ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ടാസ്ക് മാനേജർ എന്ന് കാണുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ താഴെ കാണുന്ന ഈ ഒരു ടാസ്ക് ബാറിൽ പോയിട്ട് ഒരു ഐക്കണും ഇല്ലാത്ത സ്ഥലത്ത് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടാസ്ക് മാനേജർ എന്ന് കാണുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ടാസ്ക് മാനേജർ എന്ന് കാണുന്ന ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം ഇവിടെ ഇതൊന്ന് നമുക്ക് വലുതാക്കാം. അതിലിവിടെ നമുക്ക് പെർഫോമൻസ് എന്ന് പറയുന്നൊരു ടാബ് ഉണ്ടാവും. പെർഫോമൻസ് എന്ന് പറയുന്ന ടാബിൽ CPU സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇൻ്റൽ വെർച്വലൈസേഷൻ എന്നുള്ളത് എനേബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ വെർച്വലൈസേഷൻ എന്ന് പറയുന്ന ടെക്നോളജി നമ്മൾ ബയോസിൽ കയറിയിട്ട് എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് VMware എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നോക്കാനുള്ളത്. അപ്പോൾ അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ VMware ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ VMware ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടാവും. കാരണം ഇത് തന്നെ ഏകദേശം ഒരു അരമണിക്കൂറോളം ലെങ്തായി, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ VMware എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളതും അതിനകത്തോട്ട് നമ്മുടെ ഈ ലാബ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും.